അബുദാബിയിലുള്ള AG ചേർച്ചിലെ ദൈവമക്കളും ഇന്ന് ഈ സൂം പ്രോഗ്രാം ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരെ നിങ്ങളെ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യും. പാസ്റ്റർ ജോർജ് പറഞ്ഞതുപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ക്ലാസ്സിന് വരുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം എന്നോട് സംസാരിച്ചു. അങ്ങനെ ഈ ദിവസങ്ങൾ ക്രമീകരിക്കപ്പെട്ടു. ഇന്ന് ഈ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. ദീർഘവർഷങ്ങളായിട്ട് എനിക്ക് പരിചയമുള്ള ഒരു കുടുംബമാണ് പാസ്റ്റർ ജോർജിന്റെ കുടുംബം. ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൂട്ടായ്മയിൽ വന്ന കാലം മുതൽ എനിക്ക് പരിചയമുള്ളവർ. അദ്ദേഹത്തിന്റെ പിതാവ് എൻ്റെ സഹപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു പാസ്റ്റർ മാത്യു ജോർജ് ഹൈദരാബാദിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു കൂട്ടായ്മ നടത്തുന്ന ദേവദാസൻ. അദ്ദേഹത്തിന്റെ സഭയിൽ ഞാൻ പല ആവർത്തി പോയിട്ടുണ്ട്. അങ്ങനെ വളരെ വർഷങ്ങളായിട്ട് വളരെ പരിചയമുള്ള ഒരു കുടുംബത്തിലെ അംഗം അദ്ദേഹവുമായിട്ടും പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ പ്രാദേശിക സഭയിൽ ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അങ്ങനെ പരിചയം അദ്ദേഹത്തിനും അതിന് മുമ്പോട്ടേ ഉണ്ട്. ഇന്ന് ഇങ്ങനെ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ഈ സഭയിലും നിങ്ങളോടൊപ്പവും ആയിരിക്കാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇന്ന് ഈ വചന പഠനത്തിലേക്ക് പോവുകയാണ്. വെളിപ്പാട് പുസ്തകമാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. വേദപുസ്തകവുമായി ഒത്തിരി പരിചയമില്ലാത്ത ആളുകളും നിശ്ചയമായും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ സംബന്ധിക്കുമല്ലോ, പരിചയപ്പെടുന്നവരും കാണും. ഈ അവസാനത്തെ ഈ പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ്. പുസ്തകം മൊത്തം ഒരു പ്രവചന പുസ്തകമാണ്. ഈ പുസ്തകം വളരെ പ്രത്യേകതയുള്ള ഒരു പുസ്തകമാണ്. വളരെ സിസ്റ്റമാറ്റിക് ആണ്. അതേസമയം ഇത് കാലക്രമത്തിനനുസരിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. ക്രോണോളജിക്കൽ ഓർഡർ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ ഈ പുസ്തകം മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല. മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു പുസ്തകമാണ്. അതിന്റെ കാരണം അതിന്റെ ഭാഷയുടെ പ്രയോഗം അങ്ങനെയുള്ളതാണ്. വായിച്ചാൽ ഒന്നല്ല 10 തവണ വായിച്ചാലും നല്ലൊരു പങ്ക് ഭാഗങ്ങൾ മനസ്സിലാവില്ല. വേദപുസ്തകത്തിലെ ബാക്കി ഭാഗങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ അതിന്റെ പൊതുവെയുള്ള അർത്ഥം നിങ്ങൾക്ക് ബോധ്യമാവും. പക്ഷേ ഈ പുസ്തകം എടുത്ത് വായിച്ചാൽ അങ്ങനെ മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ പുസ്തകം മനസ്സിലാക്കാൻ വാസ്തവത്തിൽ ഒരു നല്ല അധ്യാപകന്റെ സഹായം ആവശ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ തന്നെയുണ്ട്. പക്ഷെ പല പുസ്തകങ്ങളും പല വീക്ഷണഗതിയിലായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ പുതിയ ആളുകൾ ഇന്റർനെറ്റിൽ പോയി പഠിക്കാൻ ശ്രമിക്കും. പക്ഷേ വെളിപ്പാട് പുസ്തകം ഇന്റർനെറ്റിൽ പോയി പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ പഠനം ബുദ്ധിമുട്ടിലാവും. കാരണം ഒരുപാട് ആശയങ്ങൾ ഇന്റർനെറ്റിൽ കിടപ്പുണ്ട്. പലതും പലതരമാണ്. അതുകൊണ്ട് അവയെ ആശ്രയിക്കാൻ അത്ര സുരക്ഷിതമല്ല. അതുകൊണ്ട് നല്ലൊരു പഠനം തന്നെ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ ഈ പുസ്തകം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. ഒരു കാരണം വളരെ തുടക്കം മുതൽ തന്നെ ഈ പുസ്തകത്തോട് എനിക്കൊരു താല്പര്യമുണ്ടായിരുന്നു. എല്ലാ പുസ്തകങ്ങളോടും താല്പര്യമുണ്ട്, ഇപ്പൊ സ്പെഷ്യലായിട്ട് ഈ പുസ്തകത്തോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പഠിക്കുകയും വായിക്കുകയും പിന്നീട് ദൈവം ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് പ്രകാശിപ്പിച്ചു തരികയും ചെയ്തു. 1975 മുതൽ ഞാൻ ഈ പുസ്തകത്തിന്റെ ഒരു അധ്യാപകനാണ്. അങ്ങനെ ഒരു 45 വർഷത്തോളമായി ഈ പുസ്തകം ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ബൈബിൾ സ്കൂളിൽ കുറെ കാലം ഞാനിത് പഠിപ്പിച്ചു. അതേസമയം സഭകളിൽ ധാരാളം സഭകളിൽ പോയി ഈ പുസ്തകം പഠിപ്പിക്കാൻ അവസരം ഉണ്ടായി. ഒരു 100-ലധികം പ്രാവശ്യം ഞാൻ ഈ പുസ്തകം പഠിപ്പിച്ചിട്ടുണ്ടാവും. ഈ പുസ്തകം സാധാരണക്കാരന്റെ ഭാഷയിൽ പറയുക എന്നുള്ളതാണ് ദൈവം എനിക്ക് തന്നിട്ടുള്ള കൃപ. ഏത് മനുഷ്യനും മനസ്സിലാകുന്ന ഭാഷ. വിദ്യാഭ്യാസം ഉള്ളവർക്കോ ഇല്ലാത്തവർക്കോ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇത് വിശദീകരിക്കാനാണ് ദൈവത്തിന്റെ ആത്മാവ് എനിക്ക്
കൃപ തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ പുസ്തകം ഇന്ന് കേൾക്കുമ്പോൾ, ഈ ദിവസങ്ങൾ പഠിക്കുമ്പോൾ ഇത് പരമാവധി ലളിതമായിട്ടാണ് പറയുന്നത്, ആർക്കും മനസ്സിലാകുകയും ചെയ്യും. ഈ പുസ്തകം നേരത്തെ പലരിൽ നിന്ന് കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവാം. ഇതിനകത്ത് ഒത്തിരി കോഴ്സസ് ഇതിനെ സംബന്ധിച്ച് ആളുകൾ പഠിപ്പിക്കാറില്ല. ഈ പുസ്തകം മൊത്തം പഠിപ്പിക്കുന്നതും വളരെ വളരെ അപൂർവമാണ്. ഈ പുസ്തകത്തെ കുറിച്ച് പഠിപ്പിച്ചാലും ആദ്യത്തെ ചില അധ്യായങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് ബഹുഭൂരിപക്ഷം ഇടത്തും സംഭവിക്കുന്നത്. ഈവൻ ബൈബിൾ സ്കൂളുകളിൽ പോലും ഈ പുസ്തകം മൊത്തം പഠിപ്പിക്കുന്ന ഒരു പതിവ് ഉണ്ടാവില്ല. കാരണം അങ്ങനെയാണ് അതിന്റെ ആ സ്വഭാവം. നമ്മളെ ഈ പുസ്തകത്തിന്റെ ഒരു ഓവറോൾ വ്യൂ ചെയ്യുന്നു എന്നല്ലാതെ വിശദമായ പഠനമാണെന്ന് ധരിക്കരുത്. വിശദമായ പഠനങ്ങൾ നടത്താറുണ്ട്, പക്ഷെ അങ്ങനെയുള്ളതിന് ഒരു മിനിമം ഒരു 35 മണിക്കൂർ എങ്കിലും വേണം. പക്ഷെ ഇത് നമുക്ക് അങ്ങനെ ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ പഠിക്കും, അത്യാവശ്യത്തിന് വിവരങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് നേരത്തെ കേട്ടിട്ടുള്ള ആളുകൾ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സ്വല്പം വ്യത്യസ്തമായി തോന്നിയേക്കാം. അതുകൊണ്ട് ഇന്നത്തെ മോഡേൺ ഭാഷയ്ക്ക് പറഞ്ഞാൽ പഠിച്ചത് സ്വല്പ സമയത്തേക്ക് ഒന്ന് അൺഡു ചെയ്യണം, എന്നാലേ ഇത് സിസ്റ്റത്തിലോട്ട് കയറുള്ളൂ. അല്ലാതെ നേരത്തെ ഇരുന്നതെല്ലാം അവിടെ ഇരുന്നാൽ സിസ്റ്റത്തിൽ ഇത് കയറില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഒന്ന് അൺഡു ചെയ്യണം. കേട്ട് പരിശോധിച്ചിട്ട് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇതങ്ങ് അംഗീകരിക്കണം, മറ്റേതങ്ങ് അൺഡു ചെയ്ത് കളയാം. അതുകൊണ്ട് പഠനത്തിലേക്ക് പോവുകയാണ്. ഒത്തിരി മുഖവരയുടെ ആവശ്യങ്ങൾ വാസ്തവത്തിൽ ഇതിനകത്തില്ല. അതുകൊണ്ട് നേരിട്ട് പുസ്തക പഠനത്തിലേക്ക് തന്നെയാണ് ഞാൻ പ്രവേശിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒരു പ്രവാചക പുസ്തകമാണ്, പ്രവചന പുസ്തകമാണ്. വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ഏതാണ്ട് 17 പുസ്തകങ്ങൾ പ്രവചന പുസ്തകങ്ങളാണ്, യെശയ്യാവ് മുതൽ മലാഖി വരെ. പുതിയ നിയമത്തിൽ ഒരു പുസ്തകമാണ് പുസ്തകം. ഇൻഫാക്ട് വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ പ്രവചനങ്ങളുണ്ട്, എല്ലാ ഭാഗത്തും പ്രവചനങ്ങളുണ്ട്. അത് തിരുവെഴുത്തുകളുടെ ഒരു സ്വഭാവമാണ് പ്രവചനം. പ്രവചനം എന്ന് ഈ പറയുന്ന വാക്കിന്റെ കൃത്യാർത്ഥം വെച്ചാൽ ഭാവി പറയുന്ന കാര്യങ്ങൾ. അതിന് വേറെ അർത്ഥമുണ്ട്. ദൈവത്തിന് വേണ്ടി സംസാരിക്കുക, ദൈവം പറഞ്ഞിട്ട് പറയുക എന്നൊക്കെയുള്ള അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന അർത്ഥം ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പൊ വേദപുസ്തകത്തിന്റെ ഒരു സ്വഭാവമാണ്, തിരുവെഴുത്തുകളുടെ സ്വഭാവമാണ് ഭാവി പറയുക എന്നുള്ളത്. കാരണം ഇതിന്റെ ഗ്രന്ഥകാരൻ ദൈവമാണ്. ദൈവം ആദി മുതൽ അന്തം വരെയുള്ള സകലവും അറിയാവുന്ന ദൈവമാണ്. അപ്പൊ ആ ദൈവം കാലെ കൂട്ടി കാര്യങ്ങൾ സംഭവിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ കാര്യങ്ങൾ പറയുന്ന പതിവുണ്ട്. അപ്പൊ അങ്ങനെ വളരെ നേരത്തെ തന്നെ കാര്യം പറയുന്ന ദൈവം തിരുവെഴുത്തിൽ ധാരാളം പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പുസ്തകം പ്രത്യേകമായി ഭാവി പറയുന്ന ഒരു പുസ്തകമാണ്. സാധാരണ പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ ലോകത്തിലും പ്രവചനങ്ങളുണ്ട്. കാലാവസ്ഥയെ സംബന്ധിച്ച് പ്രവചിക്കാറില്ലേ? രാഷ്ട്രീയ നിരീക്ഷകർ രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കും എന്ന രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രവചിക്കാറുണ്ട്. മനുഷ്യന്റെ പ്രവചനത്തെ സംബന്ധിച്ചിടത്തോളം അതിന് നിവൃത്തിയുടെ സാധ്യത കുറവാണ്. ഇപ്പൊ നാളെ മഴ പെയ്യും എന്ന് ഒരു കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിച്ചാൽ മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ ചെയ്യാം. അതിന്റെ അർത്ഥം 50% സാധ്യതയാണ് പ്രവചനത്തിന്. അതേസമയം വിശദീകരണം കൂടിയാൽ നിവൃത്തിയുടെ സാധ്യത കുറയും. എന്ന് പറഞ്ഞാൽ നാളെ 4 മണിക്ക് മഴ പെയ്യും എന്ന് പറഞ്ഞാൽ നിവൃത്തിയുടെ സാധ്യത 25%, 50-ൽ നിന്ന് പകുതിയായി. നാളെ 4 മണിക്ക് ഇടിവെട്ടി മഴ പെയ്യും എന്ന് പറഞ്ഞാൽ സാധ്യത പിന്നെയും കുറയും. അപ്പൊ വിശദീകരണങ്ങൾ കൂടുന്തോറും സാധാരണ മാനുഷിക പ്രവചനത്തിന്റെ സാധ്യതകൾ കുറഞ്ഞു വരും. അതേസമയം ദൈവവചന പ്രവചനത്തിന് അങ്ങനെ പ്രശ്നമില്ല. കാരണം സർവശക്തിയുള്ള സർവജ്ഞാനിയായ ദൈവം പറഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ഇത് 100% നിവൃത്തി ഉണ്ടാകുന്നതാണ് ബൈബിൾ പ്രവചനം എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവചന ഗ്രന്ഥത്തിലേക്ക് നമ്മൾ പഠനത്തിന് വേണ്ടി പ്രവേശിക്കുകയാണ്. കേട്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ കേൾക്കുന്ന സമയത്ത് വല്ലതും തിരിയും, പക്ഷെ പിന്നെ ഇത് സംഗതി ഓർമ്മയിലുണ്ടാവില്ല. അതുകൊണ്ട് പള്ളിക്കുറിച്ച് പോയി പഠിക്കാൻ പോകുമ്പം ഒരു പുസ്തകവും പേനായും കൊണ്ടൊക്കെ അല്ലേ പോകുക, അല്ലാതെ പള്ളിക്കുറിച്ച് പഠിക്കാൻ പോകാറില്ലല്ലോ. ഇത് ഉപദേശി പ്രസംഗമല്ല, ഇതൊരു കോഴ്സാണ്, ഇത് ഒരു ടീച്ചിങ് ആണ്. അപ്പോ എല്ലാവരുടെയും പക്കൽ ഒരു നോട്ട് ബുക്കും ഒരു പേനയും അത്യാവശ്യമാണ്. നിങ്ങളുടെ ബൈബിളും
നിങ്ങളുടെ പക്കൽ വേണം. ഞാൻ പറയുന്ന പുസ്തകത്തിലുള്ളതാണോ നോക്കണം, അത് പരിശോധിക്കണം, ഇത് കുറിച്ചെടുക്കണം. കാരണം ഈ പാഠം മറ്റുള്ളവരെ പഠിപ്പിക്കാനും കൂടി ദൈവം ഉദ്ദേശിച്ചുള്ളൊരു പാഠമാണ്. ഈ പാഠം വിശദീകരിക്കാൻ ഒത്തിരി പേർക്ക് സാധിക്കില്ല. നിങ്ങൾക്ക് ലളിതമായ ഭാഷയിൽ ഇത് വിശദീകരിച്ചു തരുമ്പോൾ ഇതൊരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റിയാണ് എന്നറിയണം. വലിയൊരു പങ്ക് ജനത്തിന് കിട്ടിയിട്ടില്ലാത്ത ഒരു അവസരമാണ് നിങ്ങൾക്ക് പാസ്റ്റർ ജോജി ജോർജ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹിതരോട്, വിശ്വാസികളല്ലാത്തവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കൊടുക്കാൻ വരുന്നൊരു വലിയ സമ്മാനമായിരിക്കും ഈ ക്ലാസ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞ് ഇതിന്റെ ലിങ്ക് അവർക്കൊന്ന് കൊടുത്താൽ വലിയ വ്യത്യാസം പല മനുഷ്യർക്കും ഇത് നിമിത്തം ഉണ്ടാവും. ഭാവി ഗ്രഹിച്ചാൽ മനുഷ്യൻ ഭാവിക്ക് വേണ്ടി തയ്യാറാണ്. അഭിമുഖീകരിക്കാൻ പോകുന്ന ഭാവി, എല്ലാവർക്കും വരുന്ന ഭാവി മനുഷ്യൻ അറിയണം, തങ്ങളുടെ ഭാവി അറിയണം. അറിഞ്ഞാൽ അതിനനുസരിച്ച് തയ്യാറാകാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ആരോടെല്ലാം പറയാമോ, നിങ്ങളുടെ എത്ര സ്നേഹിതരെ സ്വാധീനിക്കാമോ അവരെ കൂടി ഇത് അറിയിക്കാൻ വേണ്ടി സൗകര്യം ഉണ്ടാക്കുക. അവരോട് വീട്ടിൽ ഇരുന്നുകൊണ്ട് കേൾക്കാമല്ലോ. ഇപ്പോഴത്തെ പോലെ, പണ്ടത്തെ പോലെ എങ്കിലും യോഗത്തിന് വരികയൊന്നും വേണ്ടല്ലോ, വീട്ടിലെങ്കിൽ ഇരുന്നുകൊണ്ട് കേട്ടാൽ മതിയല്ല. അപ്പൊ അതുകൊണ്ട് ആ സൗകര്യം ചെയ്യാൻ നിങ്ങൾ ഇതിനെ ഓർപ്പിക്കുന്നു. ഇനി പഠനത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്ന് വായിച്ചുകൊണ്ട് നമ്മൾ പഠനത്തിലേക്ക് പോവാണ്. 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ആൾ ഒന്ന് വായിച്ചേക്കാവോ? 1-ാം അധ്യായത്തിന് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിക്കുവാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ഒത്തിരി വിശദമായിട്ടല്ല കാര്യം പറയുന്നതെന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്. പക്ഷേ അത്യാവശ്യത്തിലുള്ള വിശദീകരണങ്ങൾ നിങ്ങൾക്ക് തരുന്നതാണ്. ഇത് ഈ പുസ്തകത്തിന്റെ മുഖവര പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷെ ആ മുഖവരയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഔട്ട്സൈഡിൽ പുറത്തുനിന്ന് പുസ്തകം പഠിപ്പിക്കുന്നതിന് ആവശ്യമായി ഒരു മുഖവരയും വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാൻ ആവശ്യമില്ല. കാരണം വേണ്ടതെല്ലാം പുസ്തകത്തിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രയോഗം യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ഈ പുസ്തകത്തിന്റെ പേരതാണ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യോഹന്നാനുണ്ടായ വെളിപ്പാടം നിങ്ങൾ പുസ്തകത്തിൽ മേൽ കാണുന്നത്. പിന്നെ പണ്ഡിതന്മാർ കൊടുത്ത പേരാണ്. ഇതിന്റെ ഒറിജിനൽ വാക്ക്, അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നാണ്. എന്താണ് വെളിപ്പാട്? വെളിപ്പാട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നമുക്കറിയാൻ കഴിയാത്ത കാര്യങ്ങളെ ചിത്രങ്ങളിലൂടെയോ വാക്കുകളിലൂടെയോ പ്രദർശിപ്പിച്ചു തരുന്നതിനെയാണ് വെളിപ്പാട് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അൺവെയിലിംഗ് എന്ന് പറയും. മറ നീക്കി പ്രദർശിപ്പിക്കുക. ഇപ്പൊ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന്റെ മുമ്പിൽ ഒരു ശില കാണും, അതിന്റെ മുമ്പിൽ ഒരു കേർട്ടൻ ഇട്ടിരിക്കും. ആ ഉദ്ഘാടന സമയത്ത് ആ തിരശീല മാറ്റും. അപ്പൊ എന്താണ് അതിന്റെ പിന്നിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയാൻ കഴിയും. ആ തിരശീല കിടക്കുന്നിടത്തോളം അത് അറിയാൻ പറ്റില്ല. അപ്പൊ ആ പ്രക്രിയക്ക് പറയുന്ന പേരാണ് വെളിപ്പാട്. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ അതിന് 2 അർത്ഥമുണ്ട്. ഒരർത്ഥം നിങ്ങൾ ആ ടെക്സ്റ്റ് തന്നെ വായിച്ചു നോക്കും. അവിടെ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, വേഗത്തിൽ സംഭവിപ്പാനുള്ള തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അതായത് ദൈവം യേശുക്രിസ്തുവിന് കൊടുത്തു. യേശു തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അപ്പൊ അവിടുത്തെ വ്യാകരണം അനുസരിച്ച്, അക്കോർഡിംഗ് ടു ദ ഗ്രാമർ, this is a revelation that is given to Jesus Christ. From God it was given to Jesus Christ. യേശുക്രിസ്തുവിന് കൊടുത്ത വെളിപ്പാട്, യേശുക്രിസ്തുവിന്റെ പക്കൽ ഏൽപ്പിക്കപ്പെട്ട വെളിപ്പാട്, യേശുക്രിസ്തുവിന്റെ കസ്റ്റഡിയിലുള്ള വെളിപ്പാട്. അതാണ് അവിടുത്തെ വ്യാകരണ പ്രകാരമുള്ള അർത്ഥം. അതേസമയം ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം നിങ്ങൾ പരിശോധിച്ചാൽ അതിന് വേറൊരർത്ഥമുണ്ട്. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ്. This is a revelation about Jesus Christ. എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? യേശുക്രിസ്തു ജഡത്തിൽ വന്നു, എല്ലാ മനുഷ്യരും കാണത്തക്കോണം വന്നു, ആർക്കും സമീപിക്കാവുന്ന ക്രിസ്തു. ലോകത്തിലെ മത നേതാക്കന്മാരെ പോലെ
ആഴ്ചയിൽ സ്വല്പം മണിക്കൂറുകളോ സമയമോ മാത്രം പ്രത്യക്ഷത കൊടുക്കുന്ന ഒരാളായിട്ടല്ല വന്നത്. എല്ലാവരും കാണത്തക്കവണ്ണം പരസ്യമായ ശുശ്രൂഷ. ആർക്കും ചെല്ലാം, ഏത് പാവപ്പെട്ടവനും ചെല്ലാം, ഏത് ദരിദ്രനും ചെല്ലാം, ഭിക്ഷക്കാരനും ചെല്ലാം, ആണിനും ചെല്ലാം, പെണ്ണിനും ചെല്ലാം. അങ്ങനെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ജീവിതം പരസ്യമായി ജീവിച്ചു. മരിച്ചത് പരസ്യമായി യേശുവിനെ പട്ടാപ്പകലാണ് ക്രൂശിച്ചത്. അതിന് ജീവിതം മുഴുവൻ തുറസായ ഒരു ജീവിതമായിരുന്നു യേശുക്രിസ്തുവിന്റെ ജീവിതം. പക്ഷേ ആളുകൾക്ക് യേശുവിനെ ശരിക്കും മനസ്സിലായില്ല. അവിടുന്ന് ആരാണ് എന്ന് മനസ്സിലായില്ല. അവിടുത്തെ അസൽ ആളത്വം, ദ റിയൽ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വാസ് ഹിഡൻ. ആളുകൾ വിചാരിച്ചു യോസഫിന്റെ മകൻ, മറിയയുടെ മകൻ, ഒരു പ്രവാചകൻ, ഇത്രയൊക്കെ അവരറിഞ്ഞുള്ളൂ. പക്ഷെ അവിടുത്തെ അസൽ ആളത്വം അതായിരുന്നില്ല. അവിടുന്ന് സകലത്തെയും ഉണ്ടാക്കിയ ദൈവമാണ്, പുരാതനനായ ദൈവമാണ്. ആ ദൈവം മനുഷ്യ ശരീരത്തിൽ മനുഷ്യരുടെ അടുക്കൽ വന്നതാണ്. പക്ഷെ ആ മഹത്വമോ ആളത്വമോ ജനം നോക്കിയപ്പോ കണ്ടില്ല. വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെയാണ് കണ്ടത്. അതും സാധാരണക്കാരൻ പാവപ്പെട്ടവരുടെ വീട്ടിൽ, കൂലിപ്പണിക്കാരന്റെ വീട്ടിൽ ജനിച്ചു വരുന്നത്. അപ്പൊ അവിടുത്തെ ആളത്വം ജനം മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കാഞ്ഞത് നിമിത്തം അവർ അവിടുത്തെയോട് പെരുമാറിയത് വളരെ മോശമായിട്ടാണ്. ധാരാളം ആളുകൾ അവനെ അധിക്ഷേപിച്ചു, അവനെ ഭ്രാന്തനെന്ന് വിളിച്ചു, അവന് ഭൂതമുണ്ടെന്ന് പറഞ്ഞു, അവൻ ദൈവദൂഷകനാണെന്ന് പറഞ്ഞു, അവനെ എറിയാൻ കല്ലെടുത്തു, എന്തെല്ലാം ഉപദ്രവങ്ങൾ ചെയ്തു. അവസാനം അവിടുത്തെ കുറ്റം വിധിച്ച്, കുറ്റം ഇല്ലാഞ്ഞിട്ടും കുറ്റക്കാരനല്ലെന്ന് വിധിച്ചിട്ടും ക്രൂശിൽ തറച്ചു കൊന്നു. ഇതോടെ അവസാനിച്ചു എന്നവർ എല്ലാം വിചാരിച്ചു. അങ്ങനെ അവർ കണ്ട മനുഷ്യനായ ആ യേശു, അവരുടെ അസൽ ആളത്വം അവർ കണ്ടില്ല. ഇൻഫാക്ട് അവിടുത്തെ ശിഷ്യന്മാർക്ക് അല്പം ഒന്ന് വെളിപ്പെടുത്തി കൊടുത്തു. അവരിൽ 3 പേരെ ആ മറൂപ മലയുടെ മുകളിലേക്ക് യേശു ഒന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് തന്റെ മഹത്വം ഒന്ന് കാണിച്ചു. അതായത് ഭൂലോകം ഉണ്ടാകുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മുമ്പാകെ അവിടത്തേക്കുണ്ടായിരുന്ന മഹത്വം, ജഡമെടുത്ത് വരുന്നതിന് മുമ്പ് വലിയ മഹത്വത്തിൽ ജീവിച്ച ദൈവം അവിടുന്ന് ആരാണ് എന്ന് മറൂപമലയിൽ വെളിപ്പെടുത്തി കാണിച്ചു. എല്ലാവർക്കും അല്ല, 3 പേർക്ക്, പത്രോസിനും യാക്കോബിനും യോഹന്നാനും. അങ്ങനെ ആ മഹത്വം കണ്ടവരെങ്കിലും ഓർക്കണം, യേശുക്രിസ്തുവിനെ പിടിക്കാനായി പടയാളികൾ ഗത്സമന തോട്ടത്തിൽ വന്ന യേശുവിനെ പിടിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും ഓടിപ്പോയി. ഈ 3 പേരും ഓടി. യോഹന്നാൻ തിരിച്ചു വന്നു, പത്രോസും ദൂരവേ അനുഗമിച്ച് തിരിച്ചു വന്നു. പക്ഷെ മഹാപുരോഹിതന്റെ അരമനയ്ക്കകത്ത് ചില മനുഷ്യർ, ജോലിക്കാർ, ഈവൻ ഒരു സ്ത്രീ, നീയും ആ കൂട്ടത്തിലുള്ളവനാണ് എന്ന് പറഞ്ഞപ്പോ ആണയിട്ട് പറഞ്ഞു, എനിക്കവനെ അറിയില്ല. യേശുവിനെ തള്ളിപ്പറ. ഒരു കാരണവശാലും നിന്നെ തള്ളിപ്പറയില്ല, നിന്റെ കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ തള്ളിപ്പറയില്ല എന്നും പറഞ്ഞവനാണ്. യേശുവിന്റെ മഹത്വം കണ്ടവനാണ്. എന്നിട്ടും തള്ളിപ്പറഞ്ഞ എന്തൊരു സ്ഥിതി! ദൈവം തീരുമാനിച്ചു, ഇതുപോരാ, ഇത് അവിടുത്തെ ജനത്തിന് സംഭവിക്കാൻ പാടില്ല. അവിടുത്തെ ജനം അവിടുത്തെ അറിയണം, അവിടുത്തെ ജനം അവിടുത്തെ പിൻപറ്റണം. അവിടുന്ന് മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി. സ്വർഗത്തിലേക്ക് പോകുന്ന സമയം അവിടുത്തെ വലിയ മഹത്വം ഒന്നും ആരും കണ്ടില്ല. ഒരു വലിയ തേജസ് അപ്പോൾ അവിടുത്തെ മേൽ ഉണ്ടായിരുന്നതായിട്ട് വചനം പറയുന്നില്ല. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ശേഷം എഫേസ്യർ 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അങ്ങനെ അവനെ മരിച്ചവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവം തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വം എല്ലാത്തിനും മീതെ അവനെ ഇരുത്തുകയും സകലവും അവന്റെ കാൽക്കീഴാക്കി വെച്ച് സർവത്തിനും മീതെ അവനെ തലയാക്കി എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്നവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വാഴ്ചകൾക്ക് മീതെ, അധികാരങ്ങൾക്ക് മീതെ, കർത്തൃത്വങ്ങൾക്ക് മീതെ, സകലത്തിനും അത്യന്തം മീതെ ദൈവം കൊണ്ടുപോയി ഇരുത്തിയ ആളാണ് യേശു. എല്ലാ ഭരണത്തിനും മീതെ, ലോകരാജ്യങ്ങൾക്ക് മീതെ, അധികാരങ്ങൾക്ക് മീതെ വാഴുന്ന അത്യുന്നതനായ ഒരു ക്രിസ്തു. ഇത് ദൈവത്തിന്റെ ജനം അറിഞ്ഞാൽ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിന് നടുവിലും ധൈര്യത്തോടെ അതിനെ അഭിമുഖീകരിക്കാൻ കഴിയും. ലോകം എതിർത്താലും ആരെതിർത്താലും ഇതിന്റെ മീതെ വാഴുന്നവനാണ് യേശു എന്ന ബോധം ജനത്തിനുണ്ടാവും. അപ്പൊ അങ്ങനെ ക്രിസ്തുവിനെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തിരിക്കുന്ന മഹത്വത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. അവിടുത്തെ അസൽ നിലകളിൽ, റോളുകളിൽ ക്രിസ്തുവിനെ
ഈ പുസ്തകം അവതരിപ്പിക്കുകയാണ്. അതിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങളിൽ യേശുവിനെ കർത്താവായി, സഭയുടെ നായകനായി, ഭരണാധികാരിയായി ചൂണ്ടിക്കാണിക്കുകയാണ്. 4ഉം 5ഉം അധ്യായങ്ങളിലും അതുപോലെ വീണ്ടെടുപ്പുകാരനായി അവതരിപ്പിക്കുകയാണ്. 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ ന്യായം വിധിക്കുന്ന, ലോകത്തെ ന്യായം വിധിക്കുന്ന ന്യായാധിപനായി, ജഡ്ജായി കാണുന്നു. അതിന്റെ 19 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ വരുന്ന രാജാധിരാജാവ്, രാജാക്കന്മാരുടെ എല്ലാം മീതെയുള്ള രാജാവ്. അപ്പൊ അങ്ങനെ ക്രിസ്തുവിന്റെ ആളത്വം ഇതിനകത്ത് വെളിപ്പെടുത്തുകയാണ്. 1-ാം വാക്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വാക്യം ബാക്കി ഭാഗം നോക്കൂ. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അടുത്ത പറഞ്ഞിരിക്കുന്നത്, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അതവന് കൊടുത്തു. അപ്പൊ ഇതിന്റെ ഉള്ളടക്കം വേഗത്തിൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളാണ്. ആ വാക്ക് ശ്രദ്ധിക്കണം. Things which must come to pass shortly. Things which must come to pass shortly. ആ ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾക്കറിയാം. which must come to pass എന്ന് പറയുമ്പോ അത് അങ്ങനെ തന്നെ സംഭവിക്കണം. സംഭവിച്ചേക്കും എന്നല്ല, ഒരു പോസിബിലിറ്റി അല്ല. ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ്. ഇറ്റ് വിൽ ഹാപ്പൻ. അപ്പൊ മേലാൽ സംഭവിപ്പാനുള്ള കാര്യങ്ങൾ, തിങ്സ്, യാഥാർത്ഥ്യങ്ങളാണിവ എന്ന് ഞാൻ പറയുമ്പോൾ ചില കാര്യങ്ങളുടെ വെളിച്ചത്തിലാണ് ഇത് ഞാൻ പറയുന്നത്. വാക്യമാണ്, ഒരു വ്യാഖ്യാനമാണ്. മനുഷ്യർക്ക് ഉള്ള ന്യായങ്ങളെ ഖണ്ഡിക്കുന്ന വാക്യങ്ങളാണ് ഇവ. ഈ പുസ്തകം ധാരാളം ആളുകൾ പഠിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്. എല്ലാവരും അല്ല, ചില ആളുകൾ. പക്ഷെ അനേകം ആളുകളും ഈ പുസ്തകത്തെ ഒരു ആലങ്കാരിക വ്യാഖ്യാന പ്രകാരമാണ് വ്യാഖ്യാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് അക്ഷരപ്രകാരം അങ്ങനെ സംഭവിക്കാനുള്ളതല്ല. എന്തൊക്കെ ആത്മീയ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിച്ച സാദൃശ്യങ്ങളാണ് ഈ പുസ്തകം എന്നാണ് അനേകരുടെയും വിശ്വാസവും പഠിപ്പിക്കും. പക്ഷെ ഈ വാക്യം പറഞ്ഞ അങ്ങനല്ല. Things which must come to pass. അതായത് ഈ പുസ്തകം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാനുള്ളതാണ്. അപ്പൊ ഇതിന്റെ വ്യാഖ്യാനം നടക്കേണ്ടത് ഇറ്റ് ഇസ് എ ലിറ്ററൽ ഇന്റർപ്രിറ്റേഷൻ. അർത്ഥത്തിൽ പുസ്തകം വ്യാഖ്യാനിക്കണം. എന്നാൽ പുസ്തകം വായിച്ചു പോകുമ്പോൾ ചില ഭാഗങ്ങൾക്ക് അക്ഷരിക വ്യാഖ്യാനം സാധ്യമല്ല. അത് ആ ഭാഗം തന്നെ തെളിയിക്കും. അവിടെ ആലങ്കാരിക പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുന്നു, അത് ആ വാക്യം വായിക്കുമ്പോഴറിയാം അതിന് അക്ഷരപ്രകാരമുള്ള അർത്ഥം അല്ല എന്ന്. എന്നാൽ ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങൾക്കും അക്ഷരപ്രകാരമുള്ള വ്യാഖ്യാനമാണ് ഈ പുസ്തകം കൊടുക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ ഇത് മേലാൽ സംഭവിപ്പാൻ ഉള്ളത്, വേഗത്തിൽ സംഭവിപ്പാനുള്ളത്. വേഗത്തിൽ എന്ന് പറഞ്ഞാൽ അന്നേരം ആ പുസ്തകം എഴുതിയിട്ട് ഉടൻ സംഭവിപ്പാനുള്ളതെന്ന അർത്ഥത്തിലല്ല. 4-ാം അധ്യായം 1-ാം വാക്യത്തിലേക്ക് പോയാൽ, അധ്യായം 4 അതിന്റെ 1-ാം വാക്യം, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. അവിടെ പറഞ്ഞ മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം മേലാൽ സംഭവിപ്പാനുള്ളത്. അപ്പൊ ആ പുസ്തകം എഴുതിയ കഴിഞ്ഞ ഉടനെ സംഭവിപ്പാനുള്ള അർത്ഥത്തിലല്ല. അത് തുടങ്ങാൻ ഒരു കാലം വെച്ചിരിക്കുന്നു. അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോൺ സ്റ്റോപ്പാണ്. തുടങ്ങുന്നതിന് ഒരു കാലഘട്ടം വെച്ചിരിക്കുന്നു എന്ന് മാത്രം. അത് കഴിഞ്ഞ് വേഗത്തിൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഇത് ഭാവിയെ സംബന്ധിച്ചാണ്, മേലാൽ സംഭവിപ്പാനുള്ളത്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഭാവി പറയുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. സകലത്തിന്റെയും അന്ത്യം എന്താണ്, ഭാവി എന്താണ്, ഈ ലോകത്തിന് എന്ത് സംഭവിക്കും, ഈ ഭൂമിക്ക് എന്ത് സംഭവിക്കും, മനുഷ്യനെന്ത് സംഭവിക്കും, വിശ്വാസിക്ക് എന്ത് സംഭവിക്കും, രക്ഷിക്കപ്പെടാത്തവൻ എന്ത് സംഭവിക്കും, മാനുഷിക ഭരണകൂടങ്ങൾക്ക് എന്ത് സംഭവിക്കും, പിശാചിന് എന്ത് സംഭവിക്കും, യഹൂദന് എന്ത് സംഭവിക്കും, അങ്ങനെ ഓരോന്നോരോന്നോരോന്ന് എന്താണ് അവരുടെ ഭാവി എന്ന് പറയുന്ന ഒരു പുസ്തകം. അപ്പൊ വാസ്തവത്തിൽ ഭാവി എന്താണെന്ന് അറിയാൻ ഈ പുസ്തകം വായിക്കണം, ഈ പുസ്തകം പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വായിക്കുന്നതുകൊണ്ട് മാത്രം ഇത് മനസ്സിലാവില്ല, ഇതിന് വ്യാഖ്യാതാവ് ആവശ്യമാണ്. അപ്പൊ ഈ പുസ്തകം നമ്മൾ ഒന്നുകൂടെ പറയുന്നു, ദൈവം യേശുവിന്റെ പക്കൽ കൊടുത്തു, യേശു ദൂതന്റെ പക്കൽ കൊടുത്തു. ദൂതൻ
യോഹന്നാൻ അപ്പോസ്തലന് കൊടുത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഭാഗങ്ങളെ ഞാൻ വിശദീകരിക്കുന്നില്ല. അത് ഈ പുസ്തകത്തിന്റെ നിശ്വാസ്യത വെളിപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾ ഈ പുസ്തകം വേദപുസ്തകമാണെന്ന് വിശ്വസിക്കുന്നില്ല, ദൈവവചനമാണെന്ന് വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇത് ദൈവവചനമാണെന്ന് തറപ്പിച്ച് പറയുകയാണ്. ദൈവം യേശുവിന്റെ പക്കൽ കൊടുത്തു, യേശു ദൂതന്റെ പക്കൽ കൊടുത്തു, യേശു അപ്പോസ്തലന്മാരുടെ പക്കൽ കൊടുത്തു. അങ്ങനെ വേദപുസ്തകം എഴുതുവാൻ ദൈവം ഉപയോഗിച്ച് എല്ലാ സംഘത്തെയും കൂടെ ഒന്നിച്ചു കൂട്ടി എഴുതിയ ഒരു ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ഇനി എന്തിനാണ് ഈ പുസ്തകം കൊടുത്തെന്ന് പറയാൻ? ദാസന്മാരെ കാണിക്കേണ്ടത്. അങ്ങനെ 1 അധ്യായത്തിന്റെ 1-ാം വാക്യം, തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. 22-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 22-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ആ വാക്യങ്ങൾ കൂടെ പരിശോധിച്ചാണ്. പിന്നെ അവൻ എന്നോട്, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടുന്നത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ തന്റെ ദൂതനെ അയച്ചു. നോക്ക്, തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുക്കാൻ, അതേ പ്രയോഗം അവിടെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. 10-ാം വാക്യം, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കുകയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ഈ പുസ്തകം കൊടുക്കാനുള്ളതാണ്, ആളുകൾക്ക് കാണിക്കാണ്. തന്റെ ദാസന്മാരെ അറിയേണ്ട കാര്യമാണിത്, അത്യാവശ്യമായിട്ട് അറിയേണ്ട കാര്യമാണ്. എന്നിട്ട് പറയുകയാണ് 3-ാം വാക്യം, ഈ പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അത് ഈ പുസ്തകത്തെ കുറിച്ചുള്ള സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ആണ് ഈ വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച്. അപ്പൊ ഇത് വായിച്ച് കേൾപ്പിക്കണം, കേൾക്കണം, അത് അനുഷ്ഠിക്കണം എന്ന് തന്നെയല്ല അവിടെ പറയുന്നത്. ഈ പുസ്തകം മുദ്രയിടരുത്, എന്നുവെച്ചാൽ അടച്ചു വെച്ചേക്കരുത്. ഇത് തുറന്ന് വായിക്കണം, അറിയണം. വളരെ അപൂർവമായി മാത്രമായി ഈ പുസ്തകം പ്രസംഗിക്കാറുള്ളൂ, പഠിപ്പിക്കാറുള്ളൂ. എന്നാൽ ദൈവം ഉദ്ദേശിച്ചത്, ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്ന ആ വാക്യപ്രകാരം, ഇത് വായിച്ച് കേൾപ്പിക്കേണ്ടതാണ്, കേൾക്കേണ്ടതാണ്. തന്റെ ദാസന്മാരെല്ലാം അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകം. എല്ലാം അറിയണമെങ്കിലും ഇത് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനാണ്. അപ്പൊ അങ്ങനെ പ്രാധാന്യമുള്ള ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം എന്നറിയണം. അതുകൊണ്ട് ഈ ആഴ്ചത്തെ പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്, ശ്രദ്ധയോടെ പഠിക്കേണ്ട ഒരു പഠനമാണ്. ഒരു ക്ലാസ് മിസ് ചെയ്യരുത്, ടൈം മിസ് ചെയ്യരുത്, വന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ഇത് സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദാനിയേൽ പ്രവചനം 12-ാമത്തെ അധ്യായം അതിന്റെ 4-ാം വാക്യം, അതിന്റെ 9-ാമത്തെ വാക്യം. ദാനിയേൽ 12:4-9. നീയോ ദാനിയേലേ, അന്ത്യകാലം വരെ ഈ വചനങ്ങളെ അടച്ച് പുസ്തകത്തിന് മുദ്രയിടുക. പലരും അതിനെ പരിശോധിക്കുകയും ജ്ഞാനം വർദ്ധിക്കുകയും ചെയ്യും. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, ദാനിയേലേ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു. അപ്പൊ ഈ പുസ്തകത്തിനെ സംബന്ധിച്ച്, ദാനിയേലിന്റെ പുസ്തകം, ദാനിയേല് ഒരുപാട് ദർശനങ്ങൾ ദൈവം കൊടുത്തു. പലതിന്റെ ഈ അർത്ഥം ചോദിച്ചു, കുറെ അർത്ഥങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നാൽ 11-ാം അധ്യായത്തിലും മറ്റും പറയുന്ന കുറെ കാര്യങ്ങളുടെ അർത്ഥം ചോദിച്ചപ്പോ പറഞ്ഞു, ദാനിയേലേ പൊയ്ക്കോ, ഇപ്പൊ ഇത്രയും നിനക്ക് വ്യാഖ്യാനിച്ചെടുത്തുള്ളൂ, എഴുതി വെച്ച് നീ പുസ്തകം അടച്ചു വെക്കാൻ. അന്ത്യകാലം വരുമ്പോ ഇതിനെ പരിശോധിക്കും. അപ്പൊ അതുവരെ നീ അടച്ചു വെച്ചേക്കാൻ. ഇപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോ പറയുകയാണ്, ഈ പുസ്തകം മുദ്രയിടരുത്, അടച്ചു വെക്കരുത്. ആ അന്ത്യകാലം വന്നിരിക്കും, കാര്യങ്ങളുടെ നിവർത്തിയുടെ കാലം വന്നിരിക്കുന്നു. ആകയാൽ ഒന്നുകൂടെ ഈ പുസ്തകം തറപ്പിച്ച് പറയുകയാണ്, അടിയന്തരമായി സകല ജനവും അറിയേണ്ട, പഠിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് ഈ പുസ്തകം. ഇനി ഒത്തിരി ഭാഗങ്ങൾ പരിശോധിക്കാൻ നേരമില്ല, അതുകൊണ്ട് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങളിലേക്കാണ് പോകുന്നത്. ജനറൽ ടീച്ചിങ് ഞാൻ പറയും. ആദ്യം 4 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ അതിന്റെ ഒരു വന്ദനമാണ്. യോഹന്നാൻ എഴുത്തുകാരെ വന്ദനം ചെയ്യുന്നത് എല്ലാ ലേഖനങ്ങളിലും പതിവുള്ള ഒരു കാര്യമാണ്. അത് വന്ദനം ചെയ്തു, അത് അത്രേ പറഞ്ഞിപ്പം ഇവിടെയാണ്. 7-ാം വാക്യത്തിലേക്ക് പോകാം. 7-ാം വാക്യം ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയമാണ്, ദ തീം ഓഫ് ദ ബുക്ക്, ഈ പുസ്തകത്തിന്റെ മുഴുവനുള്ള വിഷയം. 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും.
ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഇതാണ് ഈ പുസ്തകത്തിന്റെ തീം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ആരാണ് ഈ അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? 1-ാം അധ്യായത്തിന്റെ 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശ്വസ്ത സാക്ഷി, മരിച്ചവരിൽ ആദ്യജാതനും, ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിങ്കൽ നിന്നും നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ പിടിപ്പിച്ച് തന്റെ പിതാവായ ദൈവത്തെ നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കി തീർത്തവന് എന്നേക്കും മഹത്വവും ബഹുമാനവും ഉണ്ടാകട്ടെ, ആമേൻ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. യേശു ക്രിസ്തു മേഘാരൂഢനായി വരുന്നു. എന്താണ് മേഘാരൂഢനായി വരുന്നു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ആക്ട്സ് 1:9-11. കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശിഷ്യന്മാരുടെ കൂടെ ഒലിവ് മലയുടെ മുകളിൽ നിൽക്കുന്ന ക്രിസ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു. അപ്രത്യക്ഷമായതല്ല, എടുക്കപ്പെട്ടു. പ്രവൃത്തി 1:9-11 വരെ ഒന്ന് വായിച്ചേക്കാവോ? ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകും നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഇത് യേശു സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് സംഭവിച്ച കാര്യം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. അങ്ങനെ അവർ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഇവർ മേപ്പോട്ട് പൊങ്ങി പോകുമ്പോ നോക്കി നിൽക്കുകയാണ്. യേശു പൊങ്ങി അങ്ങ് പോയി. നമ്മൾ വായിക്കുന്നത്, ഒരു മേഘം അവനെ മൂടിയിട്ട് അവരവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അപ്പൊ ഈ പൊങ്ങി പോകുന്ന നോക്കി നിൽക്കുക. മേഘത്തിനപ്പുറത്തേക്ക് അങ്ങ് പോയി. മേഘത്തിനപ്പുറത്തേക്ക് പോയപ്പോഴും അവർ നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് ദൂതന്മാർ വന്ന് പറയുന്നത്, ഗലീലക്കാരെ, നിങ്ങൾ ഈ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗത്തിലേക്ക് പോയ ഈ യേശു പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ മടങ്ങി വരും. പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ. എങ്ങനെയാ പോകുന്നവനായി കണ്ടത്? പൊങ്ങി അങ്ങ് പോയി. മേഘത്തിനപ്പുറത്തേക്ക് പോയി. മേഘം അവനെ എടുത്തുകൊണ്ട് പോയി എന്ന് അലങ്കാര ഭാഷയിൽ പറയാം. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. അവനെ കൊണ്ടുപോയ മേഘം ഇതാ അവൻ തിരിച്ചു കൊണ്ടുവരുന്നു. ഏത് കണ്ണും കാണത്തക്കവണ്ണം അവർ കാണുകയാണല്ലോ പോയത്. ഭൂമിയിൽ നിൽക്കുന്ന ഒലിവ് മലയുടെ മുകളിൽ നിന്ന് അവർ കാണുക പോയവൻ ഏത് കണ്ണും കാണത്തക്കവണ്ണം അവൻ മടങ്ങി വരും. ദൃശ്യമായി മടങ്ങി വരും. ഏത് കണ്ണും എന്ന് പറയുന്നതിനെ വിശദീകരിച്ച് പറയുകയാണ്, അവനെ കുത്തിത്തുളച്ചവര് എന്ന് പറഞ്ഞാൽ അവനെ ഇഷ്ടമില്ലാത്തവര്. വേറെ കൃത്യ അർത്ഥമുണ്ട്, അതിലേക്ക് പിന്നെ പോവാം. അപ്പൊ ആ കുത്തിത്തുളച്ചവരും അവനെ കാണത്തക്കവണ്ണം മടങ്ങി വരും. കുത്തിത്തുളച്ചവരാരും ഇന്ന് ജീവനോടിരിപ്പില്ല, മടങ്ങി വരുമ്പോ ജീവനോടിരിപ്പില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് സെക്കരിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 10 മുതൽ 13-1 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. സെക്കരിയ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 10 മുതൽ 1 വരെയുള്ള അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അന്നാളിൽ യഹൂദാഗ്രഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപകളുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് നോക്കും. അവരാണ് ഇവനെ കുത്തിത്തുളച്ചത്. യഹൂദാഗ്രഹം, യഹൂദരാജ്യം, പ്രത്യേകം യെരൂശലേമിലെ ജനം. ആ ജനം അവരെ കൊല്ലാൻ കാരണമായി. അവർ കാണുക, ആ സകല ജനവും കാണുക തന്നെ യെരൂശലേമിൽ തന്നെ അവൻ ഇറങ്ങി വരും. യെരൂശലേമിന്റെ സമീപത്തുള്ള ഈ ഒലിവ് മലയിലേക്ക് തന്നെ അവിടുന്ന് മടങ്ങി വരും. സെക്കരിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ സകലരും കാണത്തക്കവണ്ണം ലോകത്തിലേക്ക് യേശു ഇറങ്ങി വരും. ഇതാ അവൻ മടങ്ങി വരും. ഈ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ദൂത് ഇതാണ്, യേശു ക്രിസ്തു മടങ്ങി വരുന്നു. എല്ലാവരും അറിയണം, യേശു ക്രിസ്തു മടങ്ങി വരും. സകല മനുഷ്യരും അറിയണം. കാരണം ഇത് സകലരും കാണേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ്. യേശുവിനെ വെറുക്കുന്നവരും കാണേണ്ടി വരുന്ന ഒരു കാഴ്ചയാണ്. ഇതറിയണ്ടാത്ത ഒരാളും അഖിലാണ്ടത്തിലില്ല. ഈ സന്ദേശം കേൾക്കണ്ടാത്ത ഒറ്റ ഒരാളും ലോകത്തിലില്ല. അതുകൊണ്ട് മുഴുവൻ മനുഷ്യരോടും വിളിച്ചു പറയേണ്ട സന്ദേശമാണ്, ഇതാ യേശു മടങ്ങി വരുന്നു. ഇതിൽ പറയാണ്,
ഉവ്വ്. ആമേൻ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ, യേശു ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് ശക്തമായ വചനമാണ്, അതിന് മാറ്റമില്ല. പക്ഷെ ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്, അവൻ മടങ്ങി വരുന്നു. ഉവ്വ്, ആമേൻ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റവുമില്ല ഈ കാര്യത്തിന്. ആവർത്തിച്ച് പറയാം 3 പ്രാവശ്യം. ദൈവം 3 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത് പറഞ്ഞാൽ ഈ കാര്യത്തിന് പ്രാധാന്യം. ഈവൻ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരും. 22-ാം അധ്യായത്തിലേക്ക് അത് ക്ലോസ് ചെയ്യുമ്പോൾ, പുസ്തകം ക്ലോസ് ചെയ്യുമ്പോൾ കൺക്ലൂഡിങ് അധ്യായമാണ് 22-ാം അധ്യായം. അതിൽ 7-ാം വാക്യം പറയുകയാണ്, യേശു തന്നെ പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരും. 11-ാം വാക്യം ആവർത്തിച്ച് പറയുകയാണ്, ഇത് സാക്ഷീകരിക്കണം. പിന്നെ പറയും, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പകലുണ്ട്. 20-ാം വാക്യം വീണ്ടും ആവർത്തിച്ച് പറയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. അപ്പൊ സകല മനുഷ്യരും അറിയേണ്ട അത്യാവശ്യമായ സന്ദേശമാണ്, യേശു ക്രിസ്തു മടങ്ങി വരുന്നു. ഒരു മാറ്റവുമില്ലാത്ത നിത്യമായ ദൈവിക വചനം. ഒരു കൂട്ടരുടെ അവിശ്വാസത്തിന് ഇതിനെ തടയാൻ പറ്റില്ല. അങ്ങനെ സത്യമായ ദൈവത്തിന്റെ പദ്ധതിയാണ് യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. കുറച്ച് പ്രസംഗങ്ങളെ ഇന്ന് ഈ കാര്യത്തെക്കുറിച്ചുള്ളൂ. വളരെ അപൂർവമായ ആളുകൾ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാറുള്ളൂ. ദൈവം നല്ലവനാണെന്നും അഭിവൃദ്ധി തരുമെന്നും നന്മ തരുമെന്നും പ്രസംഗിക്കുന്ന ഒരു കാലമാണിത്. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള ചിന്തകൾ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പലപ്പോഴും പൊയ്ക്കളഞ്ഞു. ലോകചിന്തകൾ, ഭൗമിക ചിന്തകൾ, നേട്ടമുണ്ടാക്കുക, ഇവ കൊണ്ട് മനുഷ്യ മനസ്സ് നിറഞ്ഞിരിക്കുന്ന ഒരു കാലം. പക്ഷേ ദൈവവചനത്തിന്റെ സത്യം എല്ലാ കാലത്തുള്ള, ഇതെല്ലാ മനുഷ്യരും അറിയണമെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ യേശു മടങ്ങി വരും, നിശ്ചയമായും മടങ്ങി വരും. യേശുവിന്റെ മടങ്ങിവരവ് എന്ന് പറയുമ്പോൾ അല്പം എനിക്കൊന്ന് വിശദീകരിക്കണം. എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു മടങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു വാക്യം ഉണ്ടാവും. അത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങളാവും. എന്താണ് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ പറയുന്നത്? നമുക്കറിയാവുന്ന വാക്യം ഒന്ന് വായിച്ചേക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വാക്യമായിരിക്കും യേശുക്രിസ്തു മടങ്ങി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന വാക്യം. ശരിയാ. പക്ഷെ ആ വചനത്തെ ശരിക്കും മനസ്സിലാക്കാൻ സഹായത്തിന് വേണ്ടി എനിക്ക് ആ സ്ക്രീൻ ഷെയറിംഗ് ഒന്ന് തരാമോ? സ്ക്രീൻ ഷെയറിംഗ് ഉണ്ട്. ഓക്കേ, റൈറ്റ്. ഈ ഭാഗം, ഇത് വെളിപ്പാട് പുസ്തകത്തിന്റെ ഒരു ചാർട്ടാണ്. പാഠം മൊത്തം ചിത്രരൂപത്തിലാക്കിയിരിക്കുന്ന ഒരു ചാർട്ടാണ്. ഇവിടെ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ ചിത്രീകരിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഇതിപ്പോഴത്തെ നമ്മുടെ കാലം, പ്രസന്റ് ഏജ്, നമ്മൾ ജീവിക്കുന്ന ഈ കാലം. ഈ കാലത്തിന്റെ അന്ത്യത്തിങ്കൽ സംഭവിക്കുന്ന കാര്യമാണ് തെസ്സലോനിക്ക ലേഖനം പറയുന്നത്. എന്താണ് തെസ്സലോനിക്കത്തിന്റെ വാക്യം? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും, താഴോട്ട് ഇറങ്ങി വരും. അങ്ങനെ സംഭവിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ, അതായത് ഇന്ന് ജീവിക്കുന്ന ഈ ദൈവമക്കളിൽ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ, ജീവനോടെ ജീവിക്കുന്ന കുറെ പേരുണ്ട്. ദേ ട്രാൻസ്ലേറ്റഡ് സെയിൻസ്. അവർ രൂപാന്തരപ്പെട്ടിട്ട് ദി ആരോ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ? അവർ മുകളിലേക്ക് ആകാശത്തിലേക്ക് എടുക്കപ്പെടും. അപ്പൊ ക്രിസ്തു കുറെ ദൂരം ഇങ്ങോട്ട് വരുന്നു, നമ്മൾ മേപ്പോട്ട് പോകുന്നു, ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പെടും.
ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതെല്ലാവർക്കും ഉള്ളതല്ല. ക്രിസ്തുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ ജീവിക്കുന്നവർ. ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരുത്തൻ പുതിയ സൃഷ്ടിയാൽ അവൻ ക്രിസ്തുവിലായി. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഭാഷയനുസരിച്ച് എന്നിൽ വസിപ്പീൻ. എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ വചനത്തിൽ വസിക്കുക, എന്റെ വചനപ്രകാരം ജീവിക്കുക. അവരിൽ വന്ന് ക്രിസ്തുവും താമസിക്കും. അങ്ങനെ ദൈവവചനപ്രകാരം രക്ഷിക്കപ്പെട്ട് ദൈവവചനപ്രകാരം ജീവിക്കുന്ന ആളുകൾ, അവർ യേശുക്രിസ്തുവിന്റെ കാഹളം കേൾക്കുമ്പോ മരിച്ചവർ ഉയർത്തും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരപ്പെട്ടും ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതിന് ക്രിസ്തു താഴോട്ട് ഇറങ്ങി വരും. അതാണ് സാധാരണ നമ്മൾ പറയുന്നത്. എന്നാൽ 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. എല്ലാരും കാണത്തക്കവണ്ണം ക്രിസ്തു ഭൂമിയിലേക്ക് വരുമെന്ന്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. എല്ലാ മനുഷ്യരും കാണത്തക്കവണ്ണം താഴേക്ക് ക്രിസ്തു ഇറങ്ങി വരുന്നൊരു സമയം, ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നൊരു സമയം, സകലരും കാണത്തക്കവണ്ണം. അതാണ് ഈ പുസ്തകത്തിന്റെ പ്രധാന പ്രതിപാദ്യ വിഷയം. എല്ലാ മനുഷ്യരും കാണത്തക്കവണ്ണം യേശു ഭൂമിയിലേക്ക് വരും. അപ്പൊ ഈ സന്ദേശം ഭൂമിയെ മൊത്തം ബാധിക്കുന്നതാണ്. ഈ സന്ദേശം ബാധിക്കപ്പെടാത്ത ഒരാളും അഖിലാണ്ടത്തിൽ ഇല്ല. ഇനി നമ്മള് അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ച വാക്യം ഒന്നുകൂടെ നോക്കൂ. അവൻ പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ തിരിച്ചു വരും. ഭൂമിയിലല്ലേ പോയത്, അവിടത്തേക്ക് തിരിച്ചു വരും. മേഘാരൂഢനായി വരും. എല്ലാ മനുഷ്യരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ അവനെ ചൊല്ലി വിലപിക്കും എന്ന് പറഞ്ഞാൽ അലറി നിലവിളിക്കും യേശു ഇറങ്ങി വരുമ്പോൾ. കാരണം എല്ലാവരും കണ്ട് പേടിച്ചു പോകും. ഈ സുവിശേഷം പലരും കേട്ടവരുണ്ട്. കേട്ടപ്പോ വിചാരിച്ചത് ഇതൊക്കെ ചുമ്മാ അവന്മാര് പറയുകയാണ്, ഇതൊക്കെ വൈദ്യപ്പെടപ്പന്റെ മാർഗമാണ്. വിശ്വസിച്ചില്ല, അതിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷെ ഈ വചനം കേട്ടവരുടെ ആകാശത്തിൽ അവർ ഇറങ്ങി വരുമ്പോ അന്തം വിട്ട് പേടിച്ച് അയ്യോ സംഭവിച്ചു. അത് പറഞ്ഞാൽ ഇനി ബാക്കി കാര്യങ്ങൾ ഉറപ്പാണ്. ന്യായവിധി വരുന്നു. തീപ്പൊയ്യുണ്ട്. ഈ രാജാവധി ഇറങ്ങി വരുമ്പോ പേര് തന്നെ രാജാധിരാജാവെന്നാണ്. ഈ രാജാവിനെ എതിരേൽപ്പാൻ തയ്യാറായില്ല. പലരും ഇതിനെ വെറുത്തവരാണ്, ഇതിനെ ഉപദ്രവിച്ചവരാണ്, അല്ലെങ്കിൽ തന്നെ ഇതിന് തയ്യാറാകാത്തവരാണ്. അലറി നിലവിളിക്കുന്ന ഒരു കാര്യം. ഇതാണ് മത്തായി സുവിശേഷം 24-ാം അധ്യായം 30-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 30-ാം വാക്യം. അതായത് യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു വെച്ച് മത്തായി സുവിശേഷം 24-ാം അധ്യായം അതാണല്ലോ. അതിന് 30-ാം വാക്യം അതിന്റെ കൺക്ലൂഡിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് നോക്കാമോ? മത്തായി 24-ാം അധ്യായത്തിന് 30-ാം വാക്യം. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അപ്പോ മനുഷ്യപുത്രൻ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെ ഈ പ്രലാപിച്ചും കൊണ്ട് വാവിട്ട് അലറി നിലവിളിച്ചുകൊണ്ട് മനുഷ്യപുത്രന്റെ വരവ് കാണും. അപ്പൊ അങ്ങനെ സകല ലോകത്തിനും ബാധകമായ കാര്യമായിട്ട് യേശു വരും. അത് ഞാൻ പറയുമ്പോ എന്തിന് യേശു വരും എന്നുകൂടെ എനിക്കവിടെ ചൂണ്ടിക്കാണിക്കണം. യേശുവിന് ഈ വരവിനോട് ലോകത്തിൽ എന്താണ് സംഭവിക്കാനുള്ളത്? പൊതുവെ ആളുകൾ ധാരണ തന്നെ ജനത്തെ കൊണ്ടുപോകാൻ വേണ്ടി വരും. നിശ്ചയമായിട്ടും ജനത്തെ കൊണ്ടുപോകാൻ വേണ്ടി വരും, അതൊരു ഭാഗം. പക്ഷെ അതുകൊണ്ട് ദൈവത്തിന്റെ ജോലി കഴിഞ്ഞില്ല. ദൈവത്തിന് ഈ ഭൂമിയിൽ സാധിക്കാനുള്ള ഒരു കാര്യമുണ്ട്. ആ കാര്യം സാധിക്കും. എന്താണെന്നോ ആ കാര്യം? വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. Revelation chapter 11 and verse 15. വെളിപ്പാട് 11:15. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനുമായി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ലോകരാജ്യത്വം
കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തുറന്നിരിക്കുന്നു. ലോകരാജ്യത്വം നോക്കൂ, ലോകങ്ങളുടെ രാജ്യത്വം, ദ കിങ്ഡംസ് ഓഫ് ദിസ് വേൾഡ് shall become the kingdom of our God and of his Christ. Kingdoms of this world. ഈ ലോകത്തിന്റെ രാജ്യത്വം കർത്താവിൻ്റെതായി തീരും. അപ്പൊ ലോകം മുഴുവൻ ദൈവരാജ്യമാക്കി സ്ഥാപിക്കാൻ വേണ്ടിയാണ് യേശു വരുന്നത് എന്ന് പറയുമ്പോ ഈ ഭൂമിയെ ഉണ്ടാക്കിയവനാണ് ഇതിനെ ഭരിക്കേണ്ടത്. ഇതിന് വേണ്ടതെല്ലാം കൊടുത്തവനാണ് ഇതിനെ ഭരിക്കേണ്ടത്. അവന്റെ ലീഗൽ റൈറ്റ് ആണ് ഇതിനെ ഭരിക്കുക എന്നുള്ളത്. എല്ലാ മനുഷ്യരെയും അവിടുന്ന് ഉണ്ടാക്കിയതാണ്, അല്ലാതെ മനുഷ്യൻ തനിയെ ഉണ്ടായി വന്നതല്ല. മനുഷ്യന് പ്രാണവായു പോലും അവിടുന്ന് കൊടുക്കണം, അവന് മഴയും മഞ്ഞും അവിടുന്ന് കൊടുക്കണം, അവന് സൂര്യപ്രകാശം ദൈവം കൊടുക്കണം. സകലവും ദൈവത്തിന്റെ വകയാണ്. ആകയാൽ സകലത്തെയും ഭരിക്കാനുള്ള അവകാശം ദൈവത്തിൻ്റെതാണ്. പക്ഷെ ഇന്ന് മനുഷ്യൻ അങ്ങനെ ദൈവത്തിന് വിധേയപ്പെട്ടു കൊടുക്കുന്നില്ല. ഒരു കൂട്ടം ആളുകൾ വിധേയപ്പെട്ടു കൊടുക്കുന്നു. അങ്ങനെ വിധേയപ്പെട്ടു കൊടുക്കുന്ന ആളുകളെ ഇന്ന് വിളിക്കുന്നത് ദൈവരാജ്യം എന്നാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് നാം ഒന്ന് മടങ്ങിപ്പോയാൽ അവിടെ നമ്മൾ വായിക്കുന്നത്, നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന്. അപ്പൊ നമ്മെ ദൈവത്തിന് രാജ്യമാക്കി തീർത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന് ഭരിക്കാൻ നമ്മൾ നമ്മളെ വിട്ടുകൊടുത്തു. നമ്മൾ പറഞ്ഞു, യേശുവേ അങ്ങ് ദൈവം, അങ്ങ് രാജാവ്, ദയവായി വന്ന് എൻ്റെ അകത്ത് വന്ന് താമസിക്കണമേ, വാഴണമേ എന്ന് പറഞ്ഞു. അത് വോളണ്ടറിയാണ്, സ്വമേധയാ ചെയ്ത കാര്യമാണ്. അല്ലാതെ ദൈവം ഓടിപ്പോകുന്നവനെ കോളറിന് പിടിച്ചു നിർത്തി നിലടാ അവിടെ നിന്ന് ഞാൻ ഭരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ദൈവം ആരോട് പറയാറില്ല. ദൈവത്തിന്റെ ആധിപത്യവും അധികാരവും തിരിച്ചറിയാൻ മനുഷ്യന് ബുദ്ധിക്ക് കഴിവ് കൊടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ വചനം കൊടുക്കുന്നു. പ്രകൃതി നോക്കിയാൽ പോലും ദൈവത്തിന്റെ അധികാരം തിരിച്ചറിയാം. ആ ദൈവത്തിന് വിധേയപ്പെടുക എന്നുള്ളത് മനുഷ്യന്റെ ധാർമ്മികമായ അവകാശമാണ്. ഇറ്റ്സ് ഹിസ് മോറൽ ഓബ്ലിഗേഷൻ, മോറൽ ഓബ്ലിഗേഷൻ. പക്ഷെ അത് തിരിച്ചറിയാതെ അതിന് വിധേയപ്പെടാതെ തന്നിഷ്ടത്തിന് മനുഷ്യൻ പോകുമ്പോൾ തന്റെ പ്രാണനെ നിലനിർത്താൻ തനിക്ക് അധികാരമില്ലല്ലോ. താൻ തനിയെ തന്നെ ഉണ്ടായി വന്നവനല്ലല്ലോ. തന്റെ വിരൽത്തുമ്പിൽ കാര്യങ്ങൾ അമരില്ലല്ലോ. ഒരു ദിവസം മരണം വന്ന് പോകണമെന്ന് ഇഷ്ടമില്ലാത്ത നേരവും മനുഷ്യൻ മരണത്താൽ പോകണമല്ലോ. മനുഷ്യൻ അറിയണം ദൈവമാണ് ഭരിക്കേണ്ടത്. പക്ഷെ മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. ഒരു കൂട്ടം ജനം തിരിച്ചറിയും. നിങ്ങൾ തിരിച്ചറിഞ്ഞു, ഞാൻ തിരിച്ചറിഞ്ഞു, ദൈവം ഭരിക്കണം, അത് ഞാൻ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. ദൈവ ഭരണത്തിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വാസ്തവത്തിൽ ഈ സംഗതി. അന്ന് മുതൽ നിങ്ങൾ ദൈവരാജ്യമായി. അപ്പൊ നിങ്ങളിൽ ദൈവത്തിന്റെ ഉദ്ദേശം നടപ്പായി. ഒന്നുകൂടെ പറയുന്നു, അത് നിങ്ങൾ സ്വമേധയാ ദൈവശബ്ദം കേട്ട് വോളണ്ടറി ആയിട്ട് നിങ്ങൾ സമർപ്പിച്ചതാണ്. ലോകം മൊത്തം അങ്ങനെ ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷെ ലോകം മൊത്തം അത് ചെയ്യത്തില്ല. ചെയ്യില്ലെങ്കിലും ഒരു ദിവസം ദൈവം ഇതിനെ തന്റെ രാജ്യമാക്കും. അഖിലാണ്ടത്തെ മുഴുവൻ തന്റെ രാജ്യമാക്കും. മനുഷ്യന് അവസരം കൊടുത്തിരിക്കുന്നു. ആ അവസരം വിനിയോഗിച്ചില്ലെങ്കിൽ മനുഷ്യനൊരു ഘട്ടം വരെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. മരിച്ചതിനപ്പുറം പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. മരിക്കുന്നതിന് മുമ്പും ദൈവത്തിന്റെ നടപടി വന്നുപോയാൽ മനുഷ്യന് നിലനിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവത്തിന് അഖിലാണ്ടത്തിൽ സാധിക്കാനുള്ള കാര്യം, the whole world shall become the kingdom of God. The kingdoms of this world, every nation, every country, every people, എല്ലാവരും ദൈവത്തിന്റെ രാജ്യമായി തീർക്കണം. അതിന് യേശു ഇറങ്ങി വരും. അങ്ങനെ ഭൂമിയിൽ അക്ഷരികമായി യേശു വാഴും. നിത്യകാലം മുഴുവൻ യേശു അവിടുത്തെ ഭരണം നടത്തും. അതിനാണ് യേശു വരുന്നത്. അതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നു, യേശു മടങ്ങി വരുന്നു എന്നുള്ളത് ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ ജീവിക്കുന്ന ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു സത്യമല്ല, അഖിലാണ്ടത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു സത്യമാണ്. ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ഇതെല്ലാവരും അറിയണം. നിങ്ങളുടെ വീട്ടിൽ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവരറിയണം. നിങ്ങളുടെ അപ്പൻ അറിയണം, നിങ്ങളുടെ അമ്മ അറിയണം, നിങ്ങളുടെ സഹോദരങ്ങൾ അറിയണം, നിങ്ങളുടെ ചാർച്ചയിലും കുടുംബത്തിലുള്ളവരറിയണം, നിങ്ങളുടെ സ്നേഹിതരറിയണം, രാജ്യം അറിയണം. ഒരുത്തൻ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ വരുന്നു. അവിടുത്തെ പേര് കർത്താവായ യേശു ക്രിസ്തു എന്നാണ്. മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ സ്വർഗത്തിലേക്ക് പോയവൻ പോയതുപോലെ മടങ്ങി വരാൻ പോകുന്നു എന്ന സത്യം എല്ലാവരും അറിയണം. അതറിയിക്കുന്ന സന്ദേശമാണ് ഈ വചനം. ആമേൻ. ഇനി
ഈ പുസ്തകം എഴുതിയ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെയാണ് അടുത്ത വാക്യങ്ങൾ. അതിന് ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല. എങ്കിലും എന്താണ് ഈ പുസ്തകത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് തീരെ പിടിയില്ലാതെ പോയാൽ പുസ്തകം പഠിച്ചാൽ അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് അത്യാവശ്യത്തിന്റെ സ്വല്പം കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. എക്സ്ക്യൂസ് മീ. അതിന്റെ കൊണ്ട് 9 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേക്കാം. 1-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫസോസ്, സ്മുർന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എന്റെ പുറകിൽ കേട്ടു. ഇതാണ് പശ്ചാത്തലം. എന്നോട് സംസാരിച്ച മതി. ഇതാണ് പശ്ചാത്തലം. അതായത് യോഹന്നാൻ എന്ന ഞാൻ, കൂടുതൽ വിശദീകരണം ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങളുടെ സഹോദരനെ യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായി യോഹന്നാൻ എന്ന ഞാൻ. പൗലോസ് അപ്പോസ്തലൻ ചെയ്യുന്നവർ അപ്പോസ്തലികത്വം തെളിയിച്ചിട്ടില്ല. പക്ഷേ യോഹന്നാൻ എന്ന ഞാനെന്ന് പറഞ്ഞാൽ മാത്രം പറഞ്ഞാൽ ജനത്തിന് മനസ്സിലാകുന്ന അത്ര സുപരിചിതൻ. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമാണ് ഇത് എഴുതിയത്. അന്ന് ജീവിച്ചിരുന്ന ഏക അപ്പോസ്തലൻ യോഹന്നാനാണ്. ഞാൻ പറഞ്ഞില്ല, പേര് പറഞ്ഞാൽ മാത്രം ആളുകൾക്ക് മനസ്സിലാകുന്ന അത്ര സുപരിചിതൻ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായിരുന്ന യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ദൈവവചനം യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാനോടെ പോയി എന്നല്ല എന്റെ അർത്ഥം. ചരിത്രം അതിനെ സംബന്ധിച്ച് പറയുന്നത്, തെർത്തുല്യൻ എന്ന 2-ാം നൂറ്റാണ്ടിലെ ഒരു സഭാപിതാവിന്റെ രേഖയനുസരിച്ച് യോഹന്നാൻ അപ്പോസ്തലനെ കൊല്ലാൻ തീരുമാനിച്ചു സർക്കാർ. അങ്ങനെ അദ്ദേഹത്തെ എരിയുന്ന തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ടു. പക്ഷേ ആ എണ്ണയ്ക്ക് അദ്ദേഹത്തെ കൊല്ലാൻ പറ്റിയില്ല. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ എബ്രായ ബാലന്മാർ തീയിൽ ജ്വാല ഏക്കാതെ പുറത്തു വന്നതുപോലെ യോഹന്നാൻ പുറത്തു വന്നു. അതുകൊണ്ട് കൊല്ലാൻ പറ്റാഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ഡൊമേഷ്യൻ എന്ന റോമൻ ചക്രവർത്തി നാട് കടത്തി പത്മോസ് എന്ന ഒരു ദ്വീപിലേക്ക് വിട്ടു. അത് ഒരു ചെറിയ ദ്വീപാണ്, വളരെ ചെറിയ ഒരു ദ്വീപ് പത്മോസ്. 10 മൈൽ നീളവും 6 മൈൽ വീതിയും മാത്രമുള്ള ഒരു ചെറിയ ദ്വീപ്, ഈജിയൻ കടലിടുക്കിലുള്ള ഒരു ദ്വീപ്. അതിന്റെ ചിത്രം ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് കാണിച്ചാൽ, ഈജിയൻ കടലിടുക്ക് എന്ന് പറയുന്നത് ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ, മെഡിറ്ററേനിയൻ സീ കാണാമല്ലോ, വരുന്ന ഒരു സ്ഥലം. അതിന്റെ ഈ കടലിടുക്ക്, ഈ ആഥൻസ് എന്നൊക്കെ എഴുതിയിരിക്കുന്ന അതിലേക്കുള്ള ഈ കടലിടുക്കിൽ ഉള്ള ഒരു ചെറിയ ദ്വീപാണത്. അതിന് കിടക്കുന്ന കാര്യം കണ്ടില്ലേ? രാജ്യം ടർക്കി എന്ന രാജ്യമാണ്. താഴെ സിറിയ, ഇപ്പുറത്ത് അമാൻ, ജെറൂസലം, ജോർഡൻ, കെയ്റോ അല്ലെങ്കിൽ ഈജിപ്റ്റ്. അങ്ങനെ ഈജിപ്തിന്റെ വടക്കായിട്ട് ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ ഈജിയൻ കടലിടുക്ക് എന്ന് പറയുന്ന ഈ ഭാഗത്തുള്ള ഒരു ദ്വീപാണ് ഇപ്പറയുന്ന ഈ ദ്വീപ്. ഈജിയൻ കടലിടുക്ക്, മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ ഈജിയൻ കടലിടുക്കിൽ ഉള്ള ദ്വീപ് പത്മോസ് എന്ന ഈ ദ്വീപ്. ആ ദ്വീപിലേക്കാണ് യോഹന്നാൻ നാട് കടത്തിയത്. അവിടെ ഖനികളും ഒക്കെയുള്ള ഒരു ദ്വീപ്. യോഹന്നാൻ ഏതാണ്ട് 95 വയസ്സ് കാണും ആ സമയത്ത്. സഭയില്ല. മേലാൽ നീ ഒരിടത്തും പ്രസംഗിക്കരുത്, ഇതോടെ നീ അവസാനിക്കണം. കൊല്ലാൻ വിചാരിച്ചത് കഴിഞ്ഞില്ല, അതുകൊണ്ട് അവിടെ പോയി ചാവട്ടെ.
എന്ന് വിചാരിച്ച് പറഞ്ഞു വിട്ട് യോഹന്നാൻ ഖനികളിൽ ഈ 95 വയസ്സിൽ ജോലി ചെയ്യേണ്ടി വന്നു എന്നാണ് രേഖകൾ പറയുന്നത്. അപ്പൊ അവിടെ ഇരിക്കുമ്പോ അവനോട് പറഞ്ഞു, നീ കാണുന്നതൊരു പുസ്തകത്തിൽ എഴുതി നോക്കൂ, എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയദേര, സർദിസ്, ഫിലദൽഫിയ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു ശബ്ദം എന്റെ പിറകിൽ കേട്ടു. നോക്കൂ, ഈ പത്മോസിൽ ജീവിച്ച യോഹന്നാനോട് പറഞ്ഞ ഈ 7 സഭകൾ ഇന്ന് ടർക്കി എന്ന് പറയുന്ന ഭൂപ്രദേശത്ത്, അന്ന് ആസിയ എന്ന് പറയും, ആസിയ പഴയ ഒരു ഭാഷയാണ്, ഏഷ്യ മൈനർ എന്നവിടെ പറയും. പക്ഷെ ഇന്നത്തെ ആ ദേശത്തിന്റെ പേര് ടർക്കി എന്നാണ്. മുമ്പ് ഞാൻ കാണിച്ച പടത്തിൽ ആ ടർക്കി ഞാൻ കാണിച്ചു. നോക്ക്, ആ 7 സഭകൾ കണ്ടില്ലേ? എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയദൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക. അങ്ങനെ 7 സഭകൾക്ക് ഈ ദൂത് അയച്ചു കൊടുക്കാൻ അവനോട് പറഞ്ഞു. അങ്ങനെ ഈ 7 സഭകൾക്ക് ഈ ദൂത് അയച്ചു. എന്താണ് ഈ ദൂത്? ഈ പുസ്തകം മൊത്തം 7 സഭകൾക്ക് ഉള്ളതാണ്. ദൂതിന്റെ പ്രസക്തമായ ഭാഗം, ആദ്യത്തെ ഭാഗം എന്നത്, താഴോട്ട് നിങ്ങൾ പരിശോധിച്ചാൽ എന്നോട് സംസാരിച്ച സ്നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞപ്പോ 7 നിലവിളക്കുകളെയും നിലവിളക്കളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. വാക്യത്തിന്റെ അർത്ഥം 20-ാം വാക്യം പറഞ്ഞിട്ടുണ്ട് എന്താണ് നിലവിളക്ക് എന്ന്. നിലവിളക്ക് 7 സഭകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഭകളുടെ നടുവിൽ, 7 സഭകളുടെ നടുവിൽ ക്രിസ്തു യേശു വന്നു നിൽക്കുന്നു, മനുഷ്യപുത്രനോട് സദൃശനായവൻ. എന്താണോ ഈ മനുഷ്യപുത്രൻ എന്ന പ്രയോഗം? യേശു ജീവിച്ച കാലത്ത് തന്നെക്കുറിച്ച് തന്നെ പരിചയപ്പെടുത്താൻ അവിടുന്ന് ഉപയോഗിച്ച വാക്കാണ് മനുഷ്യപുത്രൻ. അവിടുന്ന് ദൈവപുത്രനാണ്, പക്ഷെ തന്നെക്കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്നത് മനുഷ്യപുത്രൻ എന്നാണ്. മത്തായി സുവിശേഷത്തിൽ തന്നെ ഏതാണ്ട് 29 പ്രാവശ്യം ഈ പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. മനുഷ്യപുത്രന് തലചായിപ്പാൻ ഇടവില്ല. മനുഷ്യപുത്രനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പൊ യേശു സാധാരണ പറയുന്നത് താൻ മാത്രമാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവർ അവിടുത്തെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കാറില്ല. മറ്റുള്ളവർ ഗുരു, കർത്താവേ, യജമാനനെ എന്നൊക്കെയാണ് വിളിക്കുന്നത്. പക്ഷെ അവിടുന്ന് പറയുന്ന ഒരു പ്രയോഗം, അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ്. അവിടുന്ന് ദൈവമായവൻ മനുഷ്യനായിട്ട് വന്നതാണ്. പക്ഷെ ആ മനുഷ്യപുത്രൻ എന്ന പേര് കേവലം മനുഷ്യത്വത്തിന്റെ മാത്രം പേരല്ല. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 13-ഉം 14-ഉം വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ ഒരു വലിയ പ്രവചനം കാണും. ദൈവം തന്റെ മഹത്വമുള്ള സിംഹാസനത്തിലിരിക്കുന്നു, അഗ്നിയുടെ സിംഹാസനത്തിലിരിക്കുന്നു. ആ സിംഹാസനത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ വായിക്കുന്നത് മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. നോക്കൂ, ആകാശമേഘങ്ങളോട് മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ വരുന്നു. ഇവിടെ അതല്ലേ സംഭവിക്കുന്നത്? ഇത് അവൻ മേഘാരൂഢനായി വരും. ആ മനുഷ്യപുത്രനോട് സദൃശനായ ആകാശമേഘങ്ങളോട് വന്ന് ഈ അഗ്നിയുടെ സിംഹാസനത്തിരിക്കുന്നവന്റെ മുമ്പിൽ വന്നു. അവർ അവനെ അവന്റെ അടുത്ത് പെരുമാറാക്കി. സകല വംശക്കാരും ജാതിക്കാരും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് മഹത്വവും രാജ്യത്വവും ആധിപത്യവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യമാണ്. അപ്പൊ സകല വംശക്കാരും ഭാഷക്കാരും ജാതിക്കാരും സേവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യപുത്രൻ, ആകാശമേഘങ്ങളോടെ വരുന്ന മനുഷ്യപുത്രൻ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ആ മനുഷ്യപുത്രൻ സഭയുടെ നടുവിൽ വന്നു നിൽക്കുന്നു. അത് ദൈവപുത്രനാണ്, മശിഹയാണ്, ക്രിസ്തുവാണ്. പക്ഷേ യേശുവിനെ ഇപ്പൊ കാണുന്നത് യോഹന്നാൻ നേരത്തെ കണ്ട പോലല്ല. മനുഷ്യപുത്രൻ എന്ന വാക്ക് യോഹന്നാൻ നല്ല പരിചയമാണ്. കാരണം കൂടെ താമസിച്ചതാണ്. ബാക്കി ഏത് ശിഷ്യനേക്കാളും യേശുവിനോട് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്ന ആളാണ്. ഒരു സമയത്ത് യേശുവിന്റെ മാറോട് ചാരിയിരുന്ന ആളാണ്. അത്ര അടുപ്പമുള്ളവൻ. പക്ഷെ പണ്ട് കണ്ടതുപോലല്ല ഇപ്പൊ കാണുന്നത്. ഇപ്പൊ ഭയങ്കര പ്രഭാവത്തിലും തേജസ്സിലുമാണ് കാണുന്നത്. അംഗപ്രത്യംഗമായ വർണ്ണനങ്ങൾ പഠിക്കേണ്ടതാണ്. അതിന് വളരെ വളരെ വലിയ അർത്ഥങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഈ പാഠത്തിന്റെ സമയത്തിന്റെ പരിമിതി കൊണ്ട് നമുക്കതെല്ലാം പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഓരോ അംശവും വിശദീകരിക്കുമ്പോ അഗ്നിജ്വാല പോലെ, തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ള. അവന് വായിൽ ഇരുവായുത്തലുള്ള വാൾ പുറപ്പെടുന്നു.
അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെ. അവന്റെ കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശം. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ. വാസ്തവത്തിൽ എന്താ സംഭവിച്ചതെന്നറിയാമോ? സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തു സ്വർഗത്തിൽ പോയി ഇരിക്കുന്ന വേഷത്തിൽ സഭയിൽ വരികയാണ്. ആ മഹത്വത്തിൽ വരികയാണ്, ആ പ്രഭയിൽ വരികയാണ്. പഴയ നിയമത്തിൽ പിതാവിന്റെ മുമ്പാകെ തനിക്കുണ്ടായിരുന്ന മഹത്വം, ജഡാവതാരത്തിന് മുമ്പുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് യേശു തിരിച്ചുപോയി. ആ പ്രഭാവത്തിലാണ് ഇന്നിരിക്കുന്നത്. അതേ പ്രഭാവത്തിൽ അവിടുത്തെ സഭയിൽ വരുന്നുവെന്ന്. ഭൂമിയിലുള്ള, നോക്ക്, ഭൂമിയിലെ സഭയുടെ കാര്യമാണ് പറയുന്നത്. ഏഷ്യയിലുള്ള, ആസിയയിലുള്ള ഈ 7 സഭകളുടെ നടുവിൽ വരുന്നുണ്ട്. പ്രഭാവത്തോടെ സഭയിൽ വരുന്നുണ്ട്. ആ ക്രിസ്തു തന്റെ അധികാരത്തോടും ശക്തിയോടും കൂടെയാണ് ദൈവസഭയിൽ വരാൻ ആഗ്രഹിക്കുന്നത്. ദൈവജനം കൂടി വരുമ്പോ അറിയണം ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ അടുക്കലേക്കാണ് വരേണ്ടത്. അല്ലാതെ സാധാരണക്കാരന്റെ അടുക്കലേക്കോ നിങ്ങൾ കുറെ പേര് കൂടി വരുന്നു, വാസു വരുന്നു എന്ന് പറയുന്ന ഇടത്തേക്കല്ല വരുന്ന. അത്യുന്നതനായ ദൈവം, രാജാധി രാജാവ് സിംഹാസനത്തിനായി തന്റെ സഭയിൽ ഇറങ്ങി വരികയാണ് വാസ്തവത്തിൽ സംഭവിക്കേണ്ടത്. അവിടുത്തെ പ്രഭാവമാണ് ജനം കാണേണ്ടത്. അതാണ് കണ്ണുകൾ അറിയേണ്ടതും തിരിച്ചറിയേണ്ടതും. അവനെ കണ്ടാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? 18-ാം വാക്യം, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. കാരണം ആ പ്രഭാവം താങ്ങാൻ മേല, ആ തേജസ് താങ്ങാൻ മേല. അത്ര വലിയ മഹത്വത്തിൽ ജീവിക്കുന്നവൻ സഭയിലേക്ക് ഇറങ്ങി വരുന്നു. അവിടുന്ന് മരിച്ചവനെ പോലെ. നാടി പിടിച്ചു നോക്കിയാൽ നാടിയിടിപ്പില്ല. കാരണം അവിടുത്തെ പ്രഭാവം താങ്ങാൻ പറ്റിയ മനുഷ്യൻ ഭൂമിയിലില്ല. ദൈവശക്തിയുടെ വലിയ മഹത്വം ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ശരീരവും അഖിലാണ്ടത്തിലില്ല. അത്ര തേജസിന്റെ കർത്താവാണവൻ. അവനാണ് സഭയിൽ വരുന്നത്. ആ സഭയിൽ വരുന്ന കർത്താവായ യേശുവിനെ ബഹുമാനത്തോടെ ആദരവോടെ കുമ്പിട്ട് നമസ്കരിക്കുകയാണ് ദൈവജനം ചെയ്യേണ്ടത് എന്ന് ദൈവത്തിന്റെ ജനം അറിയണം. അങ്ങനെ ക്രിസ്തു തന്റെ സഭയിൽ വന്നു നിൽക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നീ കുറെ കാര്യം എഴുതണം. അടുത്ത ദിവസം അതിലേക്ക് പോകാൻ. ഈ പുസ്തകത്തിന്റെ വിഭജനമാണ് അടുത്ത വാക്യം. ഈ പുസ്തകം തനിയെ വിഭജിക്കാൻ ആരെയും ഏൽപ്പിച്ചില്ല. ഈ പുസ്തകം വെരി 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 ഇമ്പോർട്ടന്റ്. സാധാരണ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വിശദീകരിക്കാൻ വേണ്ടി അവർക്ക് വിഭജിക്കാം. പക്ഷെ ഈ പുസ്തകം ഒരുത്തരുടെയും വിഭജനത്തിന് വിട്ടുകൊടുക്കാതെ ഇതിന്റെ ഉടമസ്ഥൻ തന്നെ ഇതിനെ വിഭജിച്ചു. ഇങ്ങനെ വേണം ഈ പുസ്തകത്തെ വിഭജിക്കാനെന്ന്. ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ഒറ്റ ഒരുത്തനേ ഉള്ളൂ, ക്രിസ്തു യേശുവിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പുസ്തകം നമ്മൾ തന്നെ വ്യാഖ്യാനിക്കേണ്ട. ഞാൻ എൻ്റെ സ്വന്തം വ്യാഖ്യാനങ്ങളല്ല പറയുന്നതെന്ന് ഞാൻ ക്രമേണ നിങ്ങളെ ബോധ്യമാക്കും. കാരണം ഇതിന്റെ ഉടമസ്ഥൻ ക്രിസ്തുവാണ്. ക്രിസ്തു പറയുന്നത് പോലെ തന്നെ ഇത് വ്യാഖ്യാനം. യോഹന്നാന്റെ പുസ്തകം അല്ലിത്. യോഹന്നാൻ കണ്ട കാര്യം എഴുതി വെച്ചു എന്ന് മാത്രം. എഴുതാൻ പറഞ്ഞത്, പറഞ്ഞു കൊടുത്തത് അവൻ എഴുതി. ബാക്കി എല്ലാ പുസ്തകങ്ങളിൽ നിന്നും ദിസ് ഇസ് വെരി വെരി ഡിഫറെന്റ്. അതുകൊണ്ട് ഈ പുസ്തകത്തിന് വ്യാഖ്യാനം എവിടെയെങ്കിലും കേട്ടാൽ കേൾക്കുന്നതെല്ലാം അതുപോലെ വിശ്വസിക്കരുത്. അതുകൊണ്ടാണ് ഇതൊരു സിസ്റ്റമാറ്റിക് പഠനമായിട്ട് ആദ്യം മുതൽ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നാലേ നിങ്ങൾക്ക് അതിന്റെ ശരി പശ്ചാത്തലം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഓരോ പ്രസംഗം എന്തെങ്കിലും പ്രസംഗിക്കും, നിങ്ങളത് കേട്ട് വിശ്വസിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അതരുത്. ദൈവത്തിന്റെ വചനം യേശു പറയുന്ന അതേ അർത്ഥത്തിൽ കേൾക്കണം. ഒന്നുകൂടെ പറയുന്നു, എല്ലാവരും അറിയണം, നിങ്ങൾ കേൾക്കണം, നിങ്ങളുടെ സ്നേഹിതരെ കൊണ്ടുവരണം. നാളെ ഈ ലിങ്ക് മാക്കി അനേകർ കൊടുക്കണം. കാരണം ഈ അവസരം എപ്പോഴും കിട്ടില്ല. ഈ ലളിത ഭാഷയിൽ എപ്പോഴും പറഞ്ഞു കിട്ടില്ല. എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളോട് ഒരിക്കലും സംസാരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ വീട്ടുകാർക്ക് ആർക്കെല്ലാം ഈ ലിങ്ക് അയച്ചു കൊടുക്കാമോ അയച്ചു കൊടുക്കണം. രക്ഷിക്കപ്പെടാത്തവരുണ്ട് അയച്ചു കൊടുക്കണം. സ്നാനപ്പെടാത്തവരുണ്ട് അയച്ചു കൊടുക്കണം. This is a very important study. It will change people. Come with prayer. നിങ്ങൾ പ്രാർത്ഥനയോടെ വരണം. ആത്മപ്രവൃത്തിയിനകത്ത് നടക്കണം. ആത്മപ്രവൃത്തി നടക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകും. നിങ്ങളുടെ സ്നേഹിതരുടെ വീടുകളിൽ ദൈവശക്തിയുടെ വ്യാപാരം ഉണ്ടാകും. അതിനെ ഒരുങ്ങും, തയ്യാറാവൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. See you tomorrow at the same time. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.